നിങ്ങൾ തസവൂഫ് പോയിട്ട് ലോഹിറു ശരീഅത്ത് നിങ്ങൾക്ക് അറിയില്ല. അതല്ലേ നമ്മൾ ഖുതുബിയിലൊക്കെ ദുആയിക്കുന്ന ഒരു ദുആയല്ലേ ഇന്ന്. അപ്പോൾ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. ഈ ദുആ യുക്തിവാദികൾക്ക് വേണ്ടി മാറ്റിയ ടീമല്ലേ ഇവർ അല്ലേ? അത് മറന്നുപോയോ? നമ്മൾ മറക്കാൻ പറ്റില്ല, വേറെ സംഭവം വന്നിട്ടുണ്ട്, അവിടെ മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് പേരോടൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയൊരു ഫിത്തന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ്, പള്ളിയിൽ നിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കുള്ളൂ. നമ്മൾ അവനെ പോലത്തേതോ വിവരം കെട്ടവർ ദ്വാരം നമ്മളാ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കൽ എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാവരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ, ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശ്രിക്ക, നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട. നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം ദുആണ്ട്, ഹദീസിൽ വന്ന ധാരാളം ദുആകളുണ്ട്. നമ്മളെ ഇമാമി 3 കാര്യം മനസ്സിലാക്കിയില്ലേ? ഒന്ന്, യുക്തിവാദികൾ വല്ലാതെ പറയുന്നുണ്ട്, അതുകൊണ്ട് ആക്കൊന്ന് മാറ്റണം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. ഈ ദുആ യുക്തിവാദികൾ പറഞ്ഞതുകൊണ്ട് മൂപ്പര് പറഞ്ഞു അത് ഞങ്ങളാരും ചെല്ലലില്ല, ചെല്ലാൻ പാടില്ല. അത് വഹാബികളേറ്റ ഉണ്ടാക്കിയതാവും. നമ്മളെ മിമ്പറിനൊക്കെ പറയുന്ന ദുആ ആണ്, വഹാബികൾ ഉണ്ടാക്കിയതാകും. അതുകൊണ്ട് വിവരമില്ലാത്ത വഹാബികൾ ഉണ്ടാക്കിയതാകും. നമ്മൾ ചൊല്ലരുത്, ചൊല്ലി പഠിപ്പിക്കരുത്, ചൊല്ലാൻ പാടില്ല. പിന്നെ തിരിഞ്ഞു മറിഞ്ഞ് ഉരുണ്ടു മറിഞ്ഞ്, കാരണം AP ഉസ്താദ് ചൊല്ലിയത് എല്ലാവരും ചൊല്ലിയത് നമ്മൾ ഇട്ടുകൊടുത്ത് എല്ലാ മിമ്പറിലും. അപ്പം നമ്മളെ ഖലീൽ തങ്ങളോടൊരു അഭിമുഖം നടത്തി. ഖലീൽ തങ്ങളോടൊരു അഭിമുഖം 24 ആണെന്ന് തോന്നുന്നുണ്ട്. ആ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് പത്രക്കാർ, ചാനലേരൻ, ഇപ്പോൾ പേരോട് ഉസ്താദ് ഒരു ദുആന്റെ കാര്യം പറഞ്ഞ് പെട്ടത് ഓർമ്മ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വഅദില്ല ശിർക വൽ മുശ്രികീൻ. അപ്പം മുട്ടിപ്പടിത്തങ്ങൾ എന്ത് ചെയ്തു? ഒന്നുകൂടി അവിടെ കൂട്ടിക്കൊടുത്ത്. ഞങ്ങളൊന്നും അത് ദ്വാരക്കാറില്ല. അഥവാ ദ്വാരക്കാണെങ്കിൽ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണം എന്നേ പറയാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പറയാറില്ല, ഞങ്ങളാരോ പറയറില്ല എന്നും പറഞ്ഞു. ആ അഭിമുഖം ഒന്ന് കാണിച്ചു കൊടുക്കും. അവർ ആദർശപരമായി തന്നെ ഞങ്ങൾ നേരിടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് ഈ യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞു കുടുങ്ങിയൊരു സംഭവമുണ്ട്. ഇസ്ലാമികമായ പ്രാർത്ഥനകളിൽ അതില്ല എന്നാണ്, മുശ്രിക്കുകളും ബഹുദൈവ ആരാധകരും നശിച്ചു പോട്ടെ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ ഇല്ല എന്ന് പേരോട് ഉസ്താദ് പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യേണ്ടി വന്നു. ഇല്ലല്ലോ, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതായത് എപ്പോഴും ഇസ്ലാം മുസ്ലിമീൻ, അതായത് നമ്മളെപ്പോഴും ഒരു വിഭാഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരുടെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അത് ഇസ്ലാം പറയുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ, ഞാൻ എത്രയോ കാലം പ്രാർത്ഥിച്ചു, ഞങ്ങളൊക്കെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്നേ പറയാറുള്ളൂ. ഇനി വല്ലപ്പോഴും അബദ്ധത്തിലോ മറ്റോ അത് വന്നു പോയാൽ മാരകമായ തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ മര്യാദകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ രാജ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ, മതേതരത്തിൻ്റെ രാജ്യമാണ്. അപ്പം നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കുന്ന ഒരു സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പം രണ്ടാമത്തെ ഭാഗം വേണ്ടാന്നാണ് ഞങ്ങളത് പലപ്പോഴും എന്താക്കല്, ഈ രാജ്യവും രാജ്യത്തിൻ്റെ മതവിശ്വാസികളും എല്ലാവരും മനസ്സിലാക്കി പലപ്പോഴും അത് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ കാന്തപുര ഉസ്താദിൻ്റെ പ്രാർത്ഥനകളിൽ പോലും അത് ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതായത് ഏത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദിനം പ്രതി 100 തവണ പ്രാർത്ഥിക്കും. പക്ഷേ അതിൽ സ്ഥിരമായി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാനത് എൻ്റെ പ്രാർത്ഥന കാണാൻ കഴിയില്ല. വല്ലപ്പോഴും അങ്ങനെ ഇത്ര വയന്നൊരു അഭിമുഖം ലോകത്തുണ്ടായിണ്ടാവില്ല. ആകെ കെട്ട് വയന്ന് ഇപ്പോൾ 2 മദ്ഹബായി ഇപ്പോൾ വന്ന് അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അതന്നെ പറയാൻ പാടില്ല എന്നാണ് മദ്ഹബ് പേരോട്. രണ്ടാമത്തെ മദ്ഹബ് ആരാ? മദ്ഹബുൽ ഖലീൽ, ഖലീൽ തങ്ങളെ മദ്ഹബ്. അതിലെന്താ പറയുന്നത്? അഇസ്സൽ ഇസ്ലാമ പറഞ്ഞാൽ തന്നെ അതില്ല ശിർക്ക് എന്തായാലും പറയരുത് എന്നാണ്. പക്ഷെ എന്താ ഉണ്ടായത്? നിങ്ങൾ
പുതിയ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ബുക്ക് ഈ രണ്ടിനും നല്ല പണിയാണ് കൊടുത്തത്. AP വിഭാഗത്തിൻ്റെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഈ വർഷം 10ാം ക്ലാസ്സിലെ പുസ്തകം പരിഷ്കരിച്ചു. ഈ ശവ്വാൽ പുതിയ ബുക്ക്. അപ്പോഴതാ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ അതിൻ്റെ ചട്ടം കാണിച്ചു കൊടുക്ക്. ഒരു വലിയ പെടലല്ലേ. എന്നാൽ പിന്നെ ഈ വിവാദം ഉണ്ടായതിന് ശേഷം ബുക്ക് ഇറക്കുമ്പോൾ എന്തായാലും ഇതിന് ആൾ ഉറപ്പിച്ചല്ലേ പേരോണ്ടൊരു പണി കൊടുക്കണമെന്ന്. കറക്റ്റ് പണിയെ കൊടുത്ത് കണ്ടില്ല നിങ്ങൾ. ദുറൂസുൽ ഇസ്ലാം ലിസൊഫിൽ ആഷിർ 10ാം ക്ലാസ്സിലെ അതാ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ്, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, അതാ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ്, സമസ്ത സെൻറ്റർ കോഴിക്കോട് കേരള എന്ന് പറഞ്ഞിട്ട് ഇതിന് ആമുഖമൊക്കെ എഴുതി. ഇവരുടെ AP വിഭാഗത്തിൻ്റെ പുതിയ 10ാം ക്ലാസ്സിലെ ബുക്കിൽ ലാസ്റ്റ് ഒരു പാഠം മുസ്കിലാത്തുൽ ആലമുൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തെ പ്രശ്നങ്ങൾ. എന്നാൽ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ വിവരിക്കുകയാണ്. മുസ്ലിം സമൂഹം നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ മുന്നോട്ട് പോകുന്നത്. വിഭാഗീയത, രാഷ്ട്രീയ അസ്ഥിരത, ഇസ്ലാമോബിയ, വർഗീയ ആക്രമണം, മത വിവേചനം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എന്നിങ്ങനെ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് ആ പാഠം അവസാനിക്കുന്ന പേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലതാ പ്രശ്നങ്ങളിൽ നിന്ന് തീരാനുള്ള ഒരു ദുആ ഒന്ന് വലുതാക്കി കാണിച്ചു കൊടുക്കും മോനെ. അദ്ദുആ എന്ന് പ്രത്യേകം കൊടുത്തിട്ട് വേറെ ഒരു ദുആവും അതിലില്ല കേട്ടോ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുതിയ 10ാം ക്ലാസ് പേരോടിൻ്റെയും മുട്ടിപ്പടിയിലെ തങ്ങളെയും മദ്ഹബിനെ വലിച്ചെറിഞ്ഞ് ഇത് ദ്വാരക്കേണ്ട ദുആ ആണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നു. കാരണം ഇസ്രായേൽ പോലെയുള്ള മുസ്ലിങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കുന്ന അത്തരക്കാർക്കെതിരിലുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന് ഏത് മുസ്ലിമീങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ തോന്നിയത് പറയുന്ന ഒരു കാലത്തും പഠിച്ചത് പറയാന്നുള്ള ഏർപ്പാട് വൽക്കില്ല. അതുകൊണ്ട് പേരോടിനെ ആരും വിശ്വസിക്കരുത്, പൊന്മളയെ വിശ്വസിക്കരുത്. അദ്ദുആ കാര്യപ്പെട്ട ദുആ എന്താണ്? അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്നാണ്. ഇനി ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ.